പ്രക്ഷോഭം കടുപ്പിച്ച ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ 22ാം ദിവസം ആശാ വർക്കർമാരുടെ നിയമസഭാ മാർച്ച് തുടങ്ങി. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ 62ാം വയസ്സിൽ ആശാ വർക്കർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളിൽ ഉറച്ചു നിന്നാണ് ആശാ വർക്കർമാരുടെ പ്രക്ഷോഭം. സമരത്തെ അവഹേളിക്കുന്ന ഭരണകൂടം ചവറ്റുകുട്ടയിലാകുമെന്ന് ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കെ രമ പറഞ്ഞു. അവരുടെ മുദ്രാവാക്യം ഏറ്റെടുക്കാനല്ല സമരം. ഏത് ആശമാർക്കാണ് ഇവിടെ 13,000 രൂപ കിട്ടുന്നത്? മന്ത്രി പച്ചക്കള്ളം പറയുകയാണ്. മുഖ്യമന്ത്രി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ ചർച്ചയ്ക്ക് വിളിക്കണം, വേണ്ടി വന്നാൽ സമരക്കാർക്കൊപ്പം ഇരിക്കുമെന്നും കെ രമ പ്രഖ്യാപിച്ചു. ആശാ വർക്കർമാരുടെ നിയമസഭാ മാർച്ച് തുടങ്ങും മുൻപ് വിഷയം ഭരണപക്ഷം സഭയിൽ ഉയർത്തി. ആശാ വർക്കർമാർക്ക് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്നത് കേരളമാണെന്ന് നിയമസഭയിലും ആവർത്തിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. NHM പദ്ധതിയിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട 600 കോടി കിട്ടാൻ പ്രതിപക്ഷം കൂടി ഇടപെടണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. രാപ്പകൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ നിയമസഭാ മാർച്ച് നടക്കാനിരിക്കെ ഭരണപക്ഷമാണ് ഈ വിഷയം ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ കൊണ്ടുവന്നത്. ശ്രദ്ധ ക്ഷണിക്കൽ ഉന്നയിച്ച കെ ശാന്തകുമാരി MLA പ്രതിപക്ഷത്തെയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെയും കുറ്റപ്പെടുത്തി. നേരത്തെ CI2 വിഷയത്തിൽ സമരം ചെയ്തപ്പോൾ ഇപ്പോൾ സമരം ചെയ്യുന്നവരെ കണ്ടില്ലെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. പ്രതിപക്ഷത്തിൻ്റെത് മുതലക്കണ്ണീരാണെന്നും MLA കുറ്റപ്പെടുത്തി.